ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, അതായത് കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ റിയ അന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂട്ടി നമ്മൾ ഇന്ന് കറങ്ങാൻ പോകട്ടോ. അതായത് ഡേ 2 ആണ്. അപ്പോൾ അവർ ഇന്ന് തിരിച്ചു പോകട്ടോ. ഇന്ന് വൈകിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണ് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ കാണാത്ത എല്ലാം പറ്റി അത് പോയിട്ട് കാണാം. അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് നമ്മൾ ഇവിടുന്ന് 2-3 സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. അതിനുശേഷം ഇവർക്ക് വൈകിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ 2-3 സ്ഥലത്തേക്ക് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നേരത്തെ എണിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാരണം ടൈമിന് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം അവരിന്ന് പോകുമല്ലോ. അപ്പോൾ ഇന്നും കൂടി കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് ഇവർക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നുമായിട്ടുള്ള നമ്മുടെ KL4ലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കഴിച്ച ശേഷം നമുക്ക് നേരെ അൽസുത വിടാനുള്ള പ്ലാനാണ് കേട്ടോ. ഞങ്ങൾ തലേദിവസം ഒരു 2-3 മണിയൊക്കെ കിടക്കുമ്പോൾ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കള്ളൻ പോലീസ് കളിയൊക്കെ കളിച്ച് കുറേ സംസാരിച്ചൊക്കെ ചെയ്തിട്ടാണ് കിടന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഞങ്ങൾക്കും നല്ല വിഷമമുണ്ട്, അതുപോലെ തന്നെ അവർക്കും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അവർക്ക് പോകണമെന്നേ ആഗ്രഹമില്ല. കാരണം പിന്നെ എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് പിന്നെ നിൽക്കാനുള്ള ടൈമും ഇല്ല കേട്ടോ. ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നേരെ അൽസുതയ്ക്ക് പോവുക. അൽസുതയ്ക്ക് പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയും അവിടെ കൊണ്ടേ കാണിക്കാനുള്ള പ്ലാനിങ്ങാണ്. അതുപോലെ തന്നെ അവിടെ ആ ചുരം ഇറങ്ങുന്ന അവിടെ ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കഴിച്ച ശേഷം നമുക്കിവിടെ വേഗം പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അൽസുതയ്ക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ടൈം അനുസരിച്ചിട്ട് ഓരോ പ്ലാനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് വരില്ല. ഇവർ ഡയറക്റ്റ് ഇവിടെ തന്നെ റിയാദിലോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ കാറ്റാടി കണ്ടത് കേട്ടോ. എന്നാൽ പിന്നെ 2 വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കാറ്റാടി കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് നമ്മുടെ നാട്ടിലെ വേല പൂരമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മഹേഷ് ചേട്ടനാണ് കേട്ടോ. മഹേഷ് ചേട്ടൻ ഞങ്ങൾ റിയാദിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചെണ്ടിയും അതുപോലെ നാസി ഡോളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന മഹേഷ് ചേട്ടനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കാറ്റാടിയും അതുപോലെ തന്നെ നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങി കേട്ടോ. അതിനുശേഷം നമുക്ക് നേരെ ഇനി പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഈ കാറ്റാടി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്ത് നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നന്നായി കറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം AC-ൻ്റെ ഫ്രണ്ടിൽ വെച്ചു കേട്ടോ ഇത് കറങ്ങാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ നാട്ടിലത്തെ ഒരു ഓർമ്മയാണ്. പെട്ടെന്ന് നമ്മൾ നാട്ടിലോട്ട് പോയൊരു ഓർമ്മയാണ്. കാരണം ഇപ്പോൾ വേലയ്ക്കും പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണുമല്ലോ. ഇത് പിന്നെ ഇവിടെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ രണ്ടെണ്ണമാണ് വാങ്ങിയത്. അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം അത് വൈറ്റ് ഇങ്ങനെ ബബിൾസ് ആയിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് അധികം ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഊതി ഇങ്ങനെ കളിച്ച് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ മേലോട്ട് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സ്പീഡിലാണ് വന്നത്. പിന്നെ ഇത് അവിടെ കാണാൻ നല്ല അടിപൊളി വ്യൂ കേട്ടോ. നമ്മൾ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. കാരണം എല്ലാവരും ഇന്ന് മേലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേലെ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കൂടെയുള്ളത് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ മേലേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും മേലെ പോയിട്ട് അവർ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മേലെ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. നമ്മൾ കുറച്ച് മേലോട്ട് നടന്നു കേട്ടോ. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വ്യൂ, അതുപോലെ തന്നെ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല ഒരുവിധം തണുപ്പും ചൂടും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കുറേ നേരം നിന്നിട്ട് നമ്മൾ കുറച്ചും കൂടി മേലോട്ട് കയറി കേട്ടോ.
അപ്പോൾ അതിന് മേലോട്ടും കൂടി കയറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടന്നിട്ട് ഒന്ന് കിതയ്ക്കാൻ തുടങ്ങി കേട്ടോ, വയ്യാണ്ടായി. കാരണം നമ്മൾ നടക്കാണ്ട് ഇങ്ങനെ കുറച്ച് നടക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം വരുമല്ലോ, അതുപോലെയായിരുന്നു. കണ്ടോ ഈ പോണത് നമ്മൾ ആ മറ്റേ ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെയും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടേക്ക് അങ്ങനെ അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ചിലർ മാത്രം അങ്ങോട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കയറാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. അതിൻ്റെ മേലോട്ട് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി വൈബ് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടോ, എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പക്ഷേ ഇപ്പോൾ അധികം തണുപ്പ് കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ചേട്ടൻ ഒന്നും കൂടി മേലോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് ഒന്നും കൂടി കയറുകയാണ്. ശരിക്കും അവിടെ പോയി നിൽക്കാനും നല്ല അടിപൊളി, അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരും കൂടി വന്നിട്ട് വേണം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വീണ്ടും കുറച്ചും കൂടി മേലോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ചും കൂടി മേലോട്ട് കയറിയപ്പോൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമുക്കിപ്പോൾ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരുന്നാൽ മതി കേട്ടോ. നല്ല രസമുണ്ട് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കൂടുതൽ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനിടയിൽ കൂടെ ആ ചേട്ടന് മറ്റേ അങ്ങനെ ബബിൾസ് ഇങ്ങനെ ആവില്ല, അതും കൊണ്ട് കുറച്ച് നേരം കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ കാറ്റ് കാരണം വേറെ സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ. ശരിക്കും നമ്മൾ അത്ഭുതൻ്റെ ആ പോയിന്റിൽ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നാണ് നമ്മൾ വണ്ടി നിർത്തിയത് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ള അത്ഭുതമൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാനും കുറേ നേരം അതിങ്ങനെ ഊതിയിട്ട് കളിക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു. നല്ലൊരു വൈബാണ് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെ നമ്മൾ കൂടുതൽ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഇവിടെ നിൽക്കാനും കുറേ ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ടീമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. റോഡിൽ താഴെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ മേലോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ശരിക്കും കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും കേട്ടോ. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ടീം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്നത് സജീറാണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം സജീറിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ടുഡേയ്സ് റിയാദ് എന്നാണ്. അതായത് റിയാദിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം വേസ്റ്റ് ആവില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങാനുള്ള പ്ലാനിങ്ങാണ്. എന്നിട്ട് നേരെ അഴിച്ചത് പോയിട്ട് അവിടെ ചുരം ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, നടക്കുമെന്ന് അറിയില്ല. അതിനുശേഷം നമുക്ക് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹണി കോട്ടേജും അതുപോലെ ഹെറിറ്റേജ് വില്ലേജൊക്കെ പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അവിടെ രണ്ടാടെയും പോയി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത് നേരെ നമുക്ക് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി, അൽസദിൻ്റെ ആ പോയിന്റ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇവരിവിടെ വരെ വന്നിട്ട് നമ്മൾ താഴോട്ട് ഇറക്കിയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം ചുരം ഇറങ്ങുന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചാൽ അൽസദ് എത്തിയിട്ട് അവിടെ നമ്മൾ താഴോട്ട് പോകാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ അത് ഇവർക്ക് ഭയങ്കര നഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ ഇവിടെ കോട അധികം വന്നിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ തണുപ്പ് കുറവായതുകൊണ്ട് അങ്ങനെ കോടയൊന്നും ഇവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഇവർ നല്ല തണുപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ വന്ന ടൈമിൽ തണുപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, എന്തായാലും നല്ല അടിച്ചു പൊളിച്ചു എല്ലാവരും. ഒന്നാമത് ഇവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുവിധം കവർ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 ഡേയ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഉള്ള ടൈം നമുക്ക് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ നമുക്കിനിപ്പോൾ ഇവിടെ അധികം നേരം നമ്മൾ നിന്നില്ല കേട്ടോ, നമ്മൾ ഇനി നേരെ താഴോട്ട് ഇറങ്ങാൻ പോകണം. അപ്പോൾ താഴോട്ട് ഇറങ്ങും തോറും ചൂട് കൂടും കേട്ടോ, കാരണം നമ്മളിപ്പോൾ പോകുന്നവിടെയൊക്കെ കുറച്ച് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നേരെ ഇനി താഴോട്ട് പോകാം. അപ്പോൾ ആദ്യം ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ ഹണി കോട്ടേജ് കേട്ടോ, ഹണി കോട്ടേജ് പോയ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് കേട്ടോ. അതിന് ശേഷമാണ് ഹണി ഫാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിട്ട്, അതായത് നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ചൂടും വിയർപ്പൊക്കെയായി. കാരണം നമ്മൾ നിൽക്കുന്ന അവിടെ ഇത്ര ചൂടില്ല കേട്ടോ, പക്ഷെ താഴോട്ട് ഇറങ്ങുന്നതോറും ചൂട് കൂടുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ അതിനൊന്നും വീഡിയോസ് എടുത്തില്ല, കാരണം ചില വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീംസ് അവരിവിടെ ഫസ്റ്റ് എത്തി കേട്ടോ. നമ്മൾ നേരത്തെ നമ്മളായിരുന്നു ഫസ്റ്റ് എത്തി, പക്ഷേ ഇവിടെ അവർ ഫസ്റ്റ് എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അവർ നേരത്തെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല ചൂട് കേട്ടോ, ചൂടും വെയിലും അതുപോലെ തന്നെ ഇങ്ങനെ വിയർപ്പ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു എന്താണ് ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതേപോലെ കേട്ടോ ഇവിടെ. ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലായി എന്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടെ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ സ്ഥലം കാണാനും അതുപോലെ തന്നെ എല്ലാം കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ചൂട് മാത്രം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ചൂടായിരുന്നു. എന്തായാലും നന്നായിട്ടോ, കാരണം ഞാൻ അവിടെ നിന്ന് നമുക്ക് അത്ര ചൂട് അറിയില്ലല്ലോ, കാരണം നമ്മളുടെ അവിടെ നിന്നും ഇവിടേക്കും നല്ല വ്യത്യാസമുണ്ട്, ക്ലൈമറ്റ് നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മേലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പോയി വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നേരെ മേലോട്ട് കയറാം.
ആക്കിയതാണ് കേട്ടോ. കുറച്ചൊന്ന് റിസ്ക് എടുത്തു. പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ഹണി കോട്ടേജിലേക്ക് എത്തി കേട്ടോ. ഇനി നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വന്നപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേട്ടോ. കാരണം ഞാൻ അന്നേ പറഞ്ഞല്ലോ വീഡിയോയിൽ നമുക്കിവിടെ വെക്കേഷൻ കാര്യങ്ങളാകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ നമുക്ക് പോയിട്ട് ഹണി ടേസ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയില്ല കേട്ടോ. കാരണം അത്രയും ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ അത് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു ഇവിടെ നിന്ന് ആരും അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ ഇവിടെ ഇപ്പോൾ കൂടുതൽ ഇവിടെയുള്ള ആളുകളല്ല കേട്ടോ, പുറത്തുനിന്ന് വന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. കാരണം ഇവിടെയുള്ളവർ ഈ ടൈമിലൊന്നും ഇങ്ങോട്ട് അധികം വരില്ല. കാരണം തിരക്കുണ്ടാവുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവർ കുറവായിരിക്കും. പക്ഷേ പുറത്തുനിന്ന് വന്നവരാണ് കൂടുതൽ കേട്ടോ. പിന്നെ എല്ലാവരും ഇതാ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കതിന് നേരെ എൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ എന്താ ഹണി ടേസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അന്ന് വന്നപ്പോൾ ഇത്ര ലൈറ്റും കാര്യങ്ങളൊന്നും അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഹണി ടേസ്റ്റ് ചെയ്യുന്ന ക്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഇവിടെ ഒന്ന് കയറിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഉള്ളിലൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം കണ്ടോ ഇവിടുത്തെ ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഹണി ടേസ്റ്റ് ചെയ്യാനുള്ള ക്യൂ ആണ് കേട്ടോ. ആ സൈഡിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു രക്ഷയിലാട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നോക്കി കണ്ടോ. ആ സൈഡിൽ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ ടൈം നോക്കി. പിന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയായ ടൈം ലേറ്റ് ആകാൻ വേണ്ടി നമ്മളവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ മറ്റേ നമ്മുടെ തോക്കില്ല അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കലാണ്. അപ്പോൾ ഞാനും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. ഞാനപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ 2 പാർട്ടായിട്ട് ഇടുമ്പോൾ അത്രയും ഇല്ല കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ലെങ്ത് ആയാലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ. പിന്നെ നമ്മളിതാ ഇവിടെ കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ നൈറ്റ് റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി. ഇനി നമ്മൾ അവിടെ നിന്ന് എന്താ ഫുഡ് കഴിക്കണം മെയിനായിട്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങിയത്. നല്ല വിശപ്പും തുടങ്ങിയിട്ടോ. ടൈം ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ട് നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിന് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇറങ്ങുന്തോറും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തിരക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മേലെ കയറണം കേട്ടോ. അൽസുത പോകണം. അവിടെ നിന്ന് നേരെ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ പോയിട്ട് ഇവർ തിരിച്ച് റിയാദിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇവർ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സമയം 2-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നേരെ ആദ്യം ഫുഡ് കഴിക്കണ്ട, കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഐസ്ക്രീമൊക്കെ കഴിച്ചത് കൊണ്ട് ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഭയങ്കര ടയേർഡായി. നമ്മൾ റെസ്റ്റില്ലല്ലോ, ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര അധികം ക്ഷീണമായിട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേഗം ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ കൈരളി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് അഭിഹിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. പിന്നെ ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. പിന്നെ അവിടെ പോയിട്ടാണ് ഇവർ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അവിടെ പോണ വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ ഇവർ പോകുമ്പോഴും ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു. പക്ഷേ ഭയങ്കര സീനായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര അധികം വിഷമമായിട്ടോ. എന്തോ ഭയങ്കര സങ്കടം വന്നു എനിക്ക് ടൈമിൽ. പിന്നെ ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച ശേഷം ഇവിടെ ഫ്രണ്ടിൻ്റെ റൂമുണ്ട്. അവിടെ പോയിട്ട് ഇവരെല്ലാവരും ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ് കേട്ടോ. ശരിക്കും ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ പിന്നെ ഒന്നും നടന്നില്ല കേട്ടോ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഭയങ്കര അധികം വിഷമമായിരുന്നു കേട്ടോ ഇവർ പോണതിൻ്റെ. എനിക്കും മാത്രമല്ല അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. എന്താ പറയുക, വല്ലാത്തൊരു വിഷമം കേട്ടോ. 2 ദിവസം നിന്നെങ്കിലും വല്ലാത്തൊരു വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും കേട്ടോ നേരെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എന്തായാലും ഇവരൊക്കെ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.